ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു സമയത്ത് അല്ലാഹുവിന്റെ കലാമ പഠിക്കാൻ, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പുള്ള ആഴ്ചകളിൽ ഏകദേശം 1-2 പേജ് കഴിഞ്ഞ് മൂന്നാമത്തെ പേജിന്റെ തുടക്കത്തിലാണ് നാം എത്തിപ്പെട്ടിട്ടുള്ളത്. ലോകാവസാനത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആദ്യം ഒരു ഉപദേശം നൽകിയിട്ടാണ് ഈ അധ്യായം സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത്. ഇത്തഖുല്ലാഹ് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം ശാശ്വതമല്ല, ഇതിനൊരു അന്ത്യം വരാനുണ്ട്. ആ അവസാന നിമിഷത്തിലെ സംഭവ വികാസങ്ങൾ ഇന്നതുപോലെയാണ്, മനുഷ്യന്റെ അവസ്ഥ ഇന്നതാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വിഭാഗം ആളുകളെ പഠിപ്പിച്ചു. വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം തഖലീദ് ചെയ്യുന്നവരാണ്. അന്ധമായിട്ട് പ്രമാണങ്ങൾ നോക്കാതെ പിന്തുടരുന്നവരാണ്. അതുപോലെ തന്നെ വഴികേടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം.
അതുപോലെ തന്നെ ദീനിലേക്ക് മുഴുവനായും പ്രവേശിക്കാതെ ഒരു ഓരത്തുകൂടെ സഞ്ചരിക്കുന്ന ചില ആളുകളുണ്ട്. അവര് ദീനിലേക്ക് എത്തിയിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. ഈ മൂന്ന് വിഭാഗങ്ങളും കാഫിരീങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അല്ലാഹു വിശദീകരിച്ചു. അതിൽ നമ്മൾ പെടാൻ പാടില്ല. നാലാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തി. അവർ വിശ്വാസികളാണ്, സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്ന് അല്ലാഹു വിശദീകരിച്ചു തന്നു. അതിനിടയിൽ മരണാനന്തര ജീവിതം സംശയിക്കുന്നവരോട്, വിശ്വസിക്കാത്തവരോട്, നാം മരിച്ച് മണ്ണിനോട് ചേർന്നാൽ ഒരു ജീവിതമുണ്ടോ എന്ന് സംശയിക്കുന്നവരോട്, മരണാനന്തര ജീവിതമുണ്ട്, നാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പ്, നീ എവിടെ നിന്ന് വന്നവനാണ് എന്ന് ചിന്തിക്കി. അതുപോലെ തന്നെ നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് എങ്ങനെയാണ് നിനക്ക് ലഭിച്ചത് ചിന്തിക്കി. ഇങ്ങനെ സൂക്ഷ്മമായി മനുഷ്യന്റെ വിരൽത്തുമ്പുകളെ പോലും സംവിധാനിക്കാൻ, സൃഷ്ടിക്കാൻ കഴിയുന്ന റബ്ബ്, ആകാശത്ത് നിന്ന് മഴയിറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിച്ച് മനുഷ്യന് ഭക്ഷണം നൽകിയ റബ്ബ്, ഈ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചവന് രണ്ടാമത് നിങ്ങളെ പുനർജീവിപ്പിക്കുവാൻ ഒരു പ്രയാസമില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ച ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഹിദായത്ത്. ആ ഒരു അനുഗ്രഹം ലഭിക്കുന്ന മാർഗം, വഴിയേത് എന്ന് കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ ഖുർആൻ കേട്ടതുകൊണ്ടോ ഖുർആൻ നമ്മൾ വായിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ഹിദായത്ത് കിട്ടുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആത്മാർത്ഥമായിട്ട് ഹിദായത്ത് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നതാണ് അവസാനമായി നമ്മൾ പഠിച്ചത്. ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു തവണ ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. നജ്ജാശി രാജാവിന്റെ ചരിത്രം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ സൈഡിൽ പോയി ഖുർആൻ കട്ട് കേട്ടിട്ടും, പലതവണകളിൽ ഖുർആൻ കേട്ടിട്ടും ഖുർആനിനെ അംഗീകരിക്കാത്ത, ഹിദായത്ത് ലഭിക്കാത്ത അബൂജഹലിന്റെ ചരിത്രവും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഖുർആൻ കേൾക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇരുട്ടത്ത് പോലും അവർ പോയി ഖുർആൻ കേട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ രാത്രി നമസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ മുഴുവൻ അവർ കേട്ടിരുന്നത് അവർക്കുള്ള ഇഷ്ടമായിരുന്നു. പക്ഷേ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഖുർആൻ ഹിദായത്ത് കാണിക്കുന്ന ഗ്രന്ഥമാണ്, ഹിദായത്ത് നൽകുകയില്ല. ഹിദായത്ത് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ അധ്യായത്തിലെ 25-ാമത്തെ ആയത്താണ്. ഈ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 6 മതങ്ങളെ, ആദർശങ്ങളെ, നിലപാടുകളെ, ഇന്ന് പ്രപഞ്ചത്തിൽ ഏതെല്ലാം നിലപാടുകളും ആദർശങ്ങളും ഉണ്ടോ അതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി 17-ാമത്തെ ആയത്ത്, 25 അല്ല 17-ാമത്തെ ആയത്ത്, 17-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഈൻ.
വല്ലദീന ഹാദു വസ്സാബീന വന്നസാറ والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد إن الذين നിശ്ചയമായിട്ടും ഒരു കൂട്ടം ആളുകൾ ആമനു അവർ വിശ്വസിച്ചവരാണ്, ഈമാൻ സ്വീകരിച്ചവരാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം ആളുകൾ അല്ലാഹു പരിചയപ്പെടുത്തിയത് വിശ്വാസികളാണ്. വല്ലദീന യാതൊരു കൂട്ടർ ഹാദു അവർ ജൂതന്മാരാണ്, യഹൂദികളാണ് അവർ. വസാബിഈൻ സാബിഈങ്ങൾ, വന്നസ്വാറ നസറാക്കൾ, വൽ മജൂസ മജൂസികൾ, വല്ലദീന യാതൊരു കൂട്ടർ അശറകൂ അവർ ശിർക്കിനെ സ്വീകരിച്ചവർ, മുശ്രിക്കീങ്ങളായ ആളുകൾ. അപ്പൊ 6 വിഭാഗം ആളുകളെയാണ് ഇതിൽ പരിചയപ്പെടുത്തിയത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു. ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദികൾ, ജൂതന്മാർ. അതുപോലെ തന്നെ വസ്സാബിഈൻ വന്നസ്വാറ വൽ മജൂസ് വല്ലദീന അശറകൂ. ഈ 6 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. തീർച്ചയായിട്ടും ഈ വിഭാഗങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ്. എല്ലാ കാര്യത്തിന്റെ മേലും അല്ലാഹു സാക്ഷിയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽനോട്ടത്തിലാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമയിലെ ഈ 17ാമത്തെ ആയത്തിലൂടെ, അത് സൂറത്ത് ഹജ്ജിലെ 17ാമത്തെ ആയത്തിലൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ മതങ്ങൾ എല്ലാതും ശരിയാണോ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. എന്ത് എല്ലാം ശരിയാണ്, ഏത് സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന, വിധി കൽപ്പിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു, അല്ലാഹു ആണല്ലോ വിധി കൽപ്പിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, മനുഷ്യനെ സൃഷ്ടിച്ചവൻ അവനാണല്ലോ, മനുഷ്യരല്ലല്ലോ വിധി കൽപ്പിക്കേണ്ടത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക മേഖലകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് നമുക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് മനുഷ്യരാണ്. ഓരോ കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നത് മനുഷ്യരാണ്. ദുനിയാവിലെ അവസ്ഥ അതാണ്. ദുനിയാവിലെ വിധി കൽപ്പിക്കുന്നത് മനുഷ്യരാണ് എങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന്റെ വിധി കൽപ്പിക്കുന്നത് മനുഷ്യനാണ്. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല. നാളെയുടെ ലോകത്ത് ഒരാൾക്കും സംസാരിക്കാൻ വകുപ്പില്ലാത്ത അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും അല്ലാഹു വിധി കൽപ്പിക്കുക. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഈൻ വന്നസാറ വൽമജൂസ വല്ലദീന അശറകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. എല്ലാതും ശരിയല്ല, ആ നിലപാട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് മാത്രമേ ശരിയുള്ളൂ.
കാക്കത്തൊള്ളായിരം മതങ്ങളുണ്ട് എങ്കിലും, കാക്കത്തൊള്ളായിരം ആദർശങ്ങളും നിലപാടുകളും ഉണ്ട് എങ്കിലും എല്ലാം ശരിയാണ് എന്ന് ഒരിക്കലും വിധി കൽപ്പിക്കാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും ഏതാണ് ശരിയെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ഏതെല്ലാം തെറ്റ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. മതങ്ങളിൽ ഏതാണ് ശരിയെന്ന് നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കും. എല്ലാതും ഒരിക്കലും ശരിയല്ല, ഒന്ന് മാത്രമാണ് ശരിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഒരൊറ്റ ആയത്തിലൂടെ, സൂറത്ത് ഹജ്ജിലെ 17-ാമത്തെ ഈ ആയത്തിലൂടെ പ്രധാനപ്പെട്ട 6 മതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ഒരൊറ്റ ആയത്തിൽ എല്ലാ മതങ്ങളും പരിചയപ്പെടുത്തി. പക്ഷേ ഒരേ വിധിയായിരിക്കുകയില്ല ഈ മതങ്ങൾക്ക് എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഒരിക്കലും പ്ലൂറലിസം എന്ന് നമ്മൾ പറയും, അതൊരിക്കലും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. പ്ലൂറലിസം പിന്തുടരാൻ ഒരിക്കലും ഖുർആൻ, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളും ശരിയാണ്. ഏത് മതം പിന്തുടർന്നാലും, ഏത് മതം സ്വീകരിച്ചാലും നമുക്ക് രക്ഷ ലഭിക്കും, ശാന്തി ലഭിക്കും. ഇതൊരിക്കലും ഖുർആൻ അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് സൂറത്ത് ആൽ ഇംറാൻ 19-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ യൗമുൽ ഖിയാമയിൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്ലൂറലിസം എന്ന് പറയുന്ന, എല്ലാതും ശരിയാണ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇസ്ലാമിലില്ല. മാത്രമല്ല സൂറത്ത് ആൽ ഇംറാനിലെ 85-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, ഇസ്ലാമല്ലാത്തൊരു മതം ആരെങ്കിലും സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. ഇസ്ലാമല്ലാത്തൊരു മതവും ഇസ്ലാമല്ലാത്തൊരു ആദർശവും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളും ഈക്വലി ട്രൂ ആണ്, ശരിയാണ് എന്ന് പറയുന്ന വാദം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാതും ശരിയാണ് എന്നത് ആ ആശയം അത് ഖുർആൻ പഠിപ്പിച്ച ആശയമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. 5 വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? പരീക്ഷ എഴുതി. സ്കൂളിൽ പരീക്ഷയാണല്ലോ. 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി, അല്ലെ? ഗവൺമെന്റ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകർ തീരുമാനിക്കുന്നു, പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ എല്ലാവർക്കും ഒരുപോലെ മാർക്ക് കൊടുക്കുക. അത് ശരിയാവും? പരീക്ഷ എഴുതിയതിൽ വിജയിക്കുന്നവരുണ്ടാകും, പരാജയപ്പെടുന്നവരുണ്ടാകും. അത് ഓരോരുത്തരും എഴുതിയ ഉത്തര പേപ്പറിലുള്ള ആൻസറിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് വിധിക്കുക. ഇതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവുകയില്ല. എല്ലാതും വ്യത്യസ്ത ആദർശങ്ങളും വ്യത്യസ്ത നിലപാടുകളുമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത് അല്ലാഹു പറഞ്ഞു 6 വിഭാഗത്തിൽ ഒന്നാരാ? ഇന്നല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, ഇവരാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നവർ. അപ്പൊ ഈ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് വിശ്വാസികൾ? الذين آمنوا بالله وملائكته وكتبه ورسله واليوم الآخر وآمنوا بمحمد صلى الله عليه وسلم
നബിയ്യം വറസൂലാ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാൾ മുഅ്മിനായി. അവന്റെ പ്രധാനപ്പെട്ട വിശ്വാസം അല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതല്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിജാലങ്ങളും അതൊന്നും ശൂന്യതയിൽ നിന്നുണ്ടായതല്ല. ഇതിനെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന രാജാധിപതിയായ ഒരു സൃഷ്ടാവുണ്ട്. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് പ്രധാനപ്പെട്ട വിശ്വാസം. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ആദർശം. ആ വിശ്വാസം വന്നാൽ തുടർന്നുകൊണ്ട് അല്ലാഹു എന്തൊന്നിലെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളിലെല്ലാത്തിലും നമ്മൾ വിശ്വസിക്കണം. അതാണ് ഗൈബിയായ വിശ്വാസം. സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഒരു മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളം അവൻ നമസ്കരിക്കുന്നവനാണ് എന്ന് പറയുന്നതിന് മുമ്പ്, അവൻ ദാനം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു ഒന്നാമതായിട്ട് പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവൻ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഏത് സംവിധാനങ്ങൾ, ഏത് ഉപകരണങ്ങൾ കൊണ്ടുവന്നാലും കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ രണ്ട് തോളിലുള്ള മലക്കുകൾ, നമ്മുടെ കൂടെയുള്ള ജിന്ന്, അല്ലേ? ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്. അല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ, അല്ലാഹു എന്തൊന്നിലെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, വമലായികതിഹി വകുതുബിഹി വറുസുലി വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് നബിമാരുണ്ട്, മുർസലീങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാരെയും മുർസലീങ്ങളെയും എല്ലാം നമ്മൾ ഒരുപോലെ അംഗീകരിക്കണം. ആ വിഷയത്തിൽ ഒരിക്കലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആനിനെയും മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെയെല്ലാം നമ്മൾ ഒരുപോലെ സ്വീകരിക്കണം. ഇതെല്ലാം നമ്മളോട് വിശ്വസിക്കാനും സ്വീകരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. വആമനൂ ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യർ റസൂല, നബിയ്യം വറസൂല. അതുപോലെ തന്നെ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നമ്മൾ വിശ്വസിക്കണം. ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അതോടൊപ്പം തന്നെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിയിലും നിങ്ങൾ അനുസരിക്കണം, വിശ്വസിക്കണമെന്ന് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ കലാമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീന്, അല്ലാഹു സ്വീകരിക്കുന്ന മതം. ഒരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക, ബാക്കിയുള്ളവരെ നമ്മൾ സ്വീകരിക്കുക, അതുണ്ടാകരുത്. മുമ്പ് കഴിഞ്ഞു പോയവരെ നമ്മൾ സ്വീകരിക്കുക, അവസാനത്തെ നബിയെ നമ്മൾ എന്ത് ചെയ്യുക, നിഷേധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുക, ബാക്കിയുള്ള മുമ്പ് കഴിഞ്ഞു പോയ നബിമാര്, അമ്പിയാക്കന്മാര്, മുർസലീങ്ങളെ നമ്മൾ അവഗണിക്കുക. അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ ഒരു സത്യവിശ്വാസി എന്നുള്ളത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നിലെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിലെല്ലാത്തിലും വിശ്വസിക്കുകയും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, ഇതാണ് ഒരു മുഅ്മിൻ, ഇതാണ് ഒരു സത്യവിശ്വാസി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് വല്ലദീന ഹാദൂ, യഹൂദികളായ ആളുകൾ, യഹൂദികൾ ജൂതന്മാരായ ആളുകൾ. പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചു, ഹും അത്ബാഉ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിന്തുടർന്നുകൊണ്ട്, അഥവാ മൂസാ നബിയുടെ അനുയായികളായി ജീവിച്ചവരാണ് ഈ യഹൂദികളായ ആളുകൾ. ഹുമ്മ ബദ്ദലു വഹറഫു, പിന്നീട് അവർക്ക് ലഭിച്ച മതമുണ്ടല്ലോ, ആ മതത്തെ അവർ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും
അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ദീനിനെ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെയ്തവരാണ് ഈ യഹൂദികളായ ആളുകൾ. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി അംഗീകരിച്ചു, അല്ലെ? തൗറാത്ത് അവർ ഓതി, പക്ഷേ തൗറാത്ത് പഠിപ്പിച്ചതോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതോ അവരെന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മൂസാ നബി അംഗീകരിച്ചവർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് പാരായണം ചെയ്തവർ, അവർ ഖുർആനിനെ അംഗീകരിച്ചില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചില്ല. വകഫറ കസീറും മിൻഹും ബിമുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹിയെ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും കളവാക്കി നിഷേധിച്ചു എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് യഹൂദി എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതൊരിക്കലും ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. മുഹമ്മദിന്റെ റൂഹിനെ, ആത്മാവിനെ ആരാണോ നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയും വലാ നസറാനിയും ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ അവൻ യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ, അവൻ എന്നെ കുറിച്ച് കേട്ടു, എന്നെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ട് അവൻ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ തീർച്ചയായിട്ടും നരകവാസിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ മുസ്ലിമിലെ 153-ാമത്തെ ആയത്താണ്. അഥവാ യഹൂദികൾക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് എന്നുള്ളത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തന്നു. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. തന്റെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ, ഏത് ആൾക്കൂട്ടങ്ങൾക്കിടയിലും തന്റെ മക്കളെ തിരിച്ചറിയുന്നത് പോലെ 1000 ആൾക്കാർ എന്ത് ചെയ്തു? നമ്മുടെ ടൗണിൽ വന്നിങ്ങനെ നിൽക്കാണ്, വലിയൊരു ഒരു സംഘം ആൾക്കാർ, അല്ലെ? 1000 ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടി. എത്ര വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിലും ആ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നമ്മുടെ മക്കളുണ്ട് എങ്കിൽ ആ മക്കളെ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ മക്കളുടെ മുഖം നമ്മൾക്ക് തിരിച്ചറിയാതെ നമ്മൾ പോവുകയില്ല. ഇതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുന്നവരായിരുന്നു യഹൂദികൾ. ഖുർആൻ പറയുകയാണ്, അറബികളോട് അവർ പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മക്കയിലൊക്കെ ഉള്ള ഈ യഹൂദികൾ ഉണ്ടല്ലോ, അവർ അറബികളോട് പറയും, അറബികളുമായിട്ട് അവർക്ക് യോജിപ്പില്ല, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്, ആ പ്രവാചകൻ വന്നാൽ സകല അടയാളങ്ങളും പറയും, ആ പ്രവാചകൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്ത് ഞങ്ങൾ വിജയിക്കും എന്ന് വരെ കാത്തിരിക്കുന്നവരായിരുന്നു യഹൂദികൾ. പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി സൂറത്ത് ബഖറയിലൂടെ അതുപോലെ തന്നെ മറ്റു അധ്യായങ്ങളിലൂടെ എല്ലാം വളരെ കൃത്യമായി ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആ കാത്തിരുന്ന അറബികളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കാത്തിരുന്ന ആ പ്രവാചകൻ ഉണ്ടല്ലോ, ആ പ്രവാചകൻ വന്നപ്പോ ആ പ്രവാചകൻ അവർ നിഷേധിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബി. ഫലമ്മാ ജാഅഹും, പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോ മാ അറഫൂ കഫറൂ ബി, അവർ മനസ്സിലാക്കി ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്ന റസൂലാണ്, ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്ന നബിയാണ് ഈ വന്നത് എന്നവർ മനസ്സിലാക്കി. എന്നിട്ടും അവർ എന്ത് ചെയ്തു? കഫറൂബി, അദ്ദേഹത്തെ നിഷേധിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് അവർ റസൂലുള്ളാഹി വന്നത് മറ്റൊരു ഗോത്രത്തിലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മറ്റൊരു കുടുംബത്തിലാണ്, തന്റെ കുടുംബത്തിൽ വന്നില്ല. ഈ ഒരു അഹങ്കാരം അബൂജഹലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അബൂജഹൽ എന്താ 3 ദിവസം ആവർത്തിച്ച് ഖുർആൻ കേട്ടിട്ട്, രാത്രി മുഴുവൻ ഖുർആൻ കേട്ടിട്ട് അബൂജഹലിനോട് ചോദിച്ചു, എന്തേ നീ മുഹമ്മദിന്റെ മതം സ്വീകരിക്കാത്തത്? അത് സത്യമല്ല എന്ന് മനസ്സിലാക്കാനിട്ടല്ല അബൂജഹൽ സ്വീകരിക്കാതെ പോയത്. അഹങ്കാരം തന്റെ കുടുംബത്തിലല്ല ഉണ്ടായത്, അല്ലെ? തറവാടിത്തം കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. ഇതാണ് യഹൂദികൾ.
അവിടെയാണ് ജൂതന്മാർക്ക് പിഴവ് സംഭവിച്ചത്. അവർ വിചാരിച്ചു ഇസ്രായേലരായ ആളുകൾ, അവരാണല്ലോ യഹൂദികൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരെ കൊണ്ട് അലങ്കരിച്ച കുടുംബം. ആ യാക്കൂബ് നബിയുടെ മക്കള് 12 മക്കള്. ആ മക്കളാണ് ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്, ഇസ്രായേലർ എന്നറിയപ്പെടുന്നത്. അവർക്ക് ആ പേരിലാണ് വിളിക്കപ്പെടാൻ ആഗ്രഹം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഇസ്രായേലർ എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. നാം നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാ, ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, നന്ദികേട് കാണിക്കരുത്. ഇസ്രായേലരെ, യാ ബനീ ഇസ്രായീൽ എന്ന് വിളിച്ചിട്ട് അല്ലാഹു അവരെ അഭിസംബോധന ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കാൻ, അങ്ങനെ കേൾക്കാൻ. യഹൂദി എന്ന് കേൾക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം ഇസ്രായേലരെ എന്ന് വിളിയാണ് അവർക്ക് ഇഷ്ടം. അല്ലെ? എത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഫിറഔനിന്റെ പിന്നെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രായേലിനായ ആളുകൾ, ഫിറഔനാണ് അന്നത്തെ ഭരണാധികാരി. അത്തരം സാഹചര്യത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ചെങ്കടൽ കടന്നുപോയി. ഇവരാണ് യഹൂദികൾ. നേരാനേരം ഭക്ഷണം കഴിക്കാൻ വിശക്കുമ്പോൾ മന്നയും സൽവയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തവർ. അല്ലെ? ചെങ്കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തി 2 ഭാഗത്തേക്ക് ഒരു സമുദ്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ട് അതിലൂടെ രക്ഷപ്പെടുത്തി. ഫിറഔനും ആൾക്കാരും പിന്നാലെ കൊല്ലാൻ വരികയാണ്. അല്ലെ? എത്ര നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. നമ്മൾ എത്ര പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, എത്ര ജോലി ചെയ്യുന്നുണ്ട്. എന്തിന്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പകല് മുഴുവൻ നമ്മൾ അധ്വാനിക്കാണ്. പുറത്തു പോയിട്ട് ഉപ്പമാരും വീട്ടിലിരുന്ന് ഉമ്മമാരും, അല്ലെ, ഇവർക്ക് ഒരു പണിയും വേണ്ട, ഒരു പ്രയാസമില്ല, ഒന്നുമില്ല, വെറുതെ കുത്തിരുന്നാ മതി. മന്നയും സലവയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെയും ഇറക്കി കൊടുക്കും. നല്ല കാടർച്ചയും അതുപോലെ തന്നെ നല്ല തേനും ഒക്കെ ആ രൂപത്തിലുള്ള ഫലപുഷ്ടിയുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ച ആളുകളാണ് ആര്? ഈ ഇസ്രായേലരായ ആളുകൾ. പക്ഷെ അവരോളം നന്ദി കെട്ടവർ ലോകത്ത് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ അല്ലാഹു അനുഗ്രഹിച്ച ഒരു വിഭാഗമായിരുന്നു. പക്ഷെ നന്ദി കെട്ടവരിൽ ഏറ്റവും മുമ്പന്തിയിൽ ഉള്ള ആളുകളാണ് ഈ ജൂതന്മാരായ ആൾ. അത്രയും അടംപതിച്ചു പോയി. അവർ വിചാരിച്ചു തന്റെ വംശത്തിലൂടെ വരും, ഇസ്രായേലിലൂടെ പ്രവാചകൻ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ കൈദാറിന്റെ മകനായിട്ട് അദ്നാൻ വന്നു. അദ്നാനിന്റെ മകനായിട്ട് മഅദ് വന്നു. മഅദിന്റെ മകനായിട്ട് നിസാർ വന്നു. നിസാറിന്റെ മകനായിട്ട് മുദർ വന്നു. മുദറിന്റെ മകനായിട്ട് ഇല്യാസ് വന്നു. ഇല്യാസിന്റെ മകനായിട്ട് മുദ്രിക വന്നു. മുദ്രികയുടെ മകനായിട്ട് ഹുസൈമ വന്നു. ഹുസൈമയുടെ മകനായിട്ട് കിനാന വന്നു. കിനാനയുടെ മകനായിട്ട് നദർ വന്നു. നദറിന്റെ മകനായിട്ട് മാലിക് വന്നു. മാലിക്കിന്റെ മകനായിട്ട് ഫിഹ്ർ വന്നു. ഫിഹ്റിന്റെ മകനായിട്ട് ഗാലിബ് വന്നു. ഗാലിബിന്റെ മകനായിട്ട് ലുഅയ്യ് വന്നു. ലുഅയ്യിന്റെ മകനായിട്ട് കഅബ് വന്നു. കഅബിന്റെ മകനായിട്ട് മുറ വന്നു. മുറയുടെ മകനായിട്ട് കിലാബ് വന്നു. കിലാബിന്റെ മകനായിട്ട് ഖുസൈ വന്നു. ഖുസൈന്റെ മകനായിട്ട് അബ്ദുൽ മനാഫ് വന്നു. അവിടുന്ന് നമുക്കറിയാം ഖുസൈന്റെ മകനായിട്ട് അബ്ദുൽ മനാഫ് വന്നു. അബ്ദുൽ മനാഫിന്റെ മകനായിട്ട് ഹാഷിം വന്നു. ഹാഷിമിന്റെ മകനായിട്ട് അബ്ദുൽ മുത്തലിബ് വന്നു. അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ട് അബ്ദുള്ള വന്നു. അബ്ദുള്ളയുടെ മകനായിട്ട് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലൂടെ അഥവാ ഇസ്ഹാഖ് നബിയിലൂടെയല്ല. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി, ആ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി, യാക്കൂബിയുടെ മക്കള് അവരാണ് ഇസ്രായേലർ. അതിലൂടെയല്ല, അവർ അതിലൂടെയാണ് കാത്തിരുന്നത്. അറബികളോട് അവർ പറയുമായിരുന്നു, ഇപ്പൊ മനസ്സിലായോ പ്രശ്നം? അറബികളോട് അവർ പറയുമായിരുന്നു, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്. ആ പ്രവാചകൻ വന്നാൽ
ആ റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളെ പരാജയപ്പെടുത്തും, ഞങ്ങൾ വിജയിക്കും എന്ന് വരെ പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന യഹൂദികൾ അവർ പ്രതീക്ഷിച്ചതിലപ്പുറം അറബികളിലൂടെ ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നപ്പോ അത് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സത്യം അവർ അറിഞ്ഞു, പക്ഷേ അവർ സത്യം സ്വീകരിച്ചില്ല. അതാണ് യഹൂദികളായ ആളുകൾക്ക് പറ്റിയ തെറ്റ്. ആ ഒരു അമർഷം, ആ ഒരു വിദ്വേഷം, ആ ഒരു പക ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ലോകാവസാനം വരെ നടന്നുകൊണ്ടേയിരിക്കും. അവസാനം വിശ്വാസികൾ ഇവരെ നശിപ്പിച്ചു കളയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ യഹൂദികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് നമ്മൾ പറഞ്ഞു മുഅ്മിനീങ്ങൾ, രണ്ട് നമ്മൾ പറഞ്ഞു യഹൂദികൾ. യഹൂദികൾ സത്യം അറിഞ്ഞു, പക്ഷെ ആ സത്യത്തെ അവരെന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല, ജീവിതത്തിൽ പകർത്തിയില്ല എന്നുള്ളതാണ്. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് സാബിഈ മതം. അങ്ങനെ ഒരു മതമുണ്ട്, സാബിഈ മതം. സാബി മതം എന്ന് പറയുന്നവർ എന്താണ്? ആ മതം ഏത് വിഭാഗമാണ്? ഖൗമുൻ കാനൂ യഅ്ബുദൂന അൻ-നുജൂം. അവർ നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നവരാണ്. വയദ്ദഊന തവസ്സുത ബൈനൽ അദിയാൻ വലൈസ ലഹും കിതാബുൻ മുനസ്സലുൻ സഹീഹുൻ. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഹും ഫിർഖത്തുൻ ബൈനൽ യഹൂദി വൻ നസാരാ വൽ മജൂസി ലാ ദീന ലഹുമുൽ മുസ്തഖീം, ലാ ദീന ലഹും മുസ്തഖീം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് യഹൂദിയുടെയും നസ്രാനിയുടെയും മജൂസിയുടെയും ഇടയിൽ വന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ദീനൊന്നുമില്ല അല്ലേ. വലൈസ ലഹും കിതാബുൻ മുനസ്സലുൻ സഹീഹുൻ. പ്രത്യേകിച്ച് ഒരു വേദഗ്രന്ഥമൊന്നും അവർക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. അവരുടെ നിലപാട് എന്നുള്ളത് എല്ലാത്തിന്റെയും ശരിയുടെയും അതുപോലെ തന്നെ പിന്നെ തെറ്റിന്റെയും ഇടയിൽ നിൽക്കാം. ശരി സ്വീകരിക്കോ ഇല്ല, തെറ്റ് സ്വീകരിക്കോ ഇല്ല. ഒരു ന്യൂട്രൽ ചിന്താഗതിയുടെ ആൾക്കാർ. ന്യൂട്രൽ, നമ്മൾ വണ്ടിക്ക് ന്യൂട്രൽ ചെയ്യാറുണ്ട് അല്ലെ. ന്യൂട്രൽ ഇടയിൽ ഇങ്ങനെ നിൽക്കാം അല്ലെ. ആ ചിന്താഗതിയുടെ ആൾക്കാരാണ്. ട്രൂ അത് വ്യക്തമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കൂല. തെറ്റ് അത് ഏതാണ് മനസ്സിലാക്കിയാലും അതില് പിന്നെ അത് പിന്നെ തള്ളിക്കളയോ അതുമില്ല. തെറ്റ് തെറ്റാണെങ്കിൽ അത് തള്ളണ്ടേ, അത് തള്ളൂല. രണ്ടിന്റെയും ഇടയിൽ നിന്നിട്ട് അവർ പറയും ന്യൂട്രാലിറ്റി ഈസ് ആൾസോ എ ചോയ്സ്. അതിനൊരു ചോയ്സ് ആയിട്ട് സ്വീകരിക്കും. ഇതാണ് സാബി മതത്തിന്റെ ആളുകൾ, രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ആളുകൾ. ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതൊരിക്കലും പരിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പിന്നെ ഈ നിലപാട് ഖുർആൻ സ്വീകരിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾക്കിടയിലും അത്തരം ചിന്താഗതിക്കാരുണ്ട്. ഇവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവർ യഹൂദിയാണോ? അല്ല. ഇവർ ക്രിസ്ത്യാനിയാണോ? അല്ല. ഇവർ പൂർണ്ണമായിട്ടും മുശ്രിക്കായിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ വാദം എല്ലാ മതത്തിലും എന്നുണ്ട്, കുറച്ചൊക്കെ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണ്ട? ഒന്നും സ്വീകരിക്കണ്ട. യഹൂദിയും സ്വീകരിക്കണ്ട, അതുപോലെ തന്നെ നസ്രാണിയെയും സ്വീകരിക്കണ്ട, അതുപോലെ തന്നെ മുസ്ലിമിനെയും സ്വീകരിക്കണ്ട. എല്ലാ മതത്തിലും എന്തുണ്ട്? കുറച്ചൊക്കെ ശരിയുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണ്ട? സ്വീകരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർ പിന്നെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സാബി മതക്കാരുടെ ആൾക്കാർ അവർ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ നിഷേധിച്ചിട്ടില്ല. അല്ലാഹ് ഇല്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ വഹീനെ അവർ എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അമ്പിയാക്കന്മാരെ അവർ മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അവർ മുഴുവനായിട്ടും അവർ പിന്തുടർന്നിട്ടില്ല. അവർ സൈഡിലേക്ക് മാറി നിന്നു, ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഇതാണ് ഈ സാബിയങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ തള്ളും വേണ്ട, ഇപ്പൊ കൊള്ളും വേണ്ട. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പൊ തള്ളും വേണ്ട, ഇപ്പൊ കൊള്ളും വേണ്ട. അത് ശരിയല്ല. അത് ഈ മതത്തിന്റെ പ്രത്യേകതയാണ്. അത്തരം നിലപാടുകൾ ഈ മതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? സ്വീകരിക്കണ്ട. എന്നാ ഇപ്പൊ തള്ളും വേണ്ട, അതും വേണ്ട, രണ്ടും വേണ്ട എന്ന് പറഞ്ഞ് ഒരു ന്യൂട്രൽ ചിന്താഗതിക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് നമ്മൾ പരിശോധിക്കണം. ഖുർആൻ സൂറത്ത് ഹജ്ജിലെ ഈ 17ാമത്തെ ആയത്ത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബീന വന്നസാര വൽമജൂസ്. നസ്രാനിയെയും യഹൂദിയെയും മജൂസിയെയും പറയുമ്പോ അതിന്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചു വസ്സാബീൻ. അവരുടെ നിലപാട് അങ്ങനെ.
യഹൂദിയാണെന്ന് ചോദിച്ചാൽ യഹൂദിയല്ല, നസറാണിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല, മജൂസിയാണെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒന്നും തള്ളണ്ട ഒന്നും കൊള്ളണ്ട, ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന ആളുകളാണ്. അതൊരിക്കലും ശരിയായ നിലപാടല്ല, അതൊരിക്കലും നമുക്കിടയിൽ ഉണ്ടാകരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്ത് യൂനസിലെ 32-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, ന്യൂട്രാലിറ്റി, ഒന്നും സ്വീകരിക്കാതെ ഒന്നും തള്ളാതെ നിൽക്കുന്ന ആ സാഹചര്യമുണ്ടല്ലോ, അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ചോദ്യമാണ്. സൂറത്ത് യൂനസിലെ 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഫമാദാ, എന്താണ്? അല്ലാഹുവിന്റെ ചോദ്യമാണ്, ഫമാദാ, എന്താണ്? ബഅദൽ ഹഖ്, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇല്ലദ്ദലാൽ, വഴികേടല്ലാതെ പിന്നെ വേറെ എന്താണുള്ളത്? ഒരു ഭാഗത്ത് വ്യക്തമാണ്, ഇന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതിനപ്പുറം വേറെ എന്തെല്ലാം ഉണ്ടോ, അത് മധ്യമ നിലപാടാണ് എങ്കിലും അതിനപ്പുറത്തെ നിലപാടാണ് എങ്കിലും എല്ലാം ദലാലത്താണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ അവിടെയുമില്ല, ഞാൻ ഇവിടെയുമില്ല, അതൊരിക്കലും ശരിയല്ല. ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിമിന്റെ നിലപാടാകാൻ പാടില്ല. അത് സാബി മതമാണ്, അത് സാബീങ്ങളുടെ ജീവിതമാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലദ്ദലാൽ, സത്യം മനസ്സിലാക്കിയാൽ ആ സത്യത്തിനു ശേഷം പിന്നെ ദലാലത്തൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു. അഥവാ മദ്യം എന്നൊരു മൂന്നാമതായിട്ടൊരു മതമില്ല, ആദർശമില്ല, വഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സൂറത്ത് ബഖറയിൽ 42-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ, സത്യവും അസത്യവും കൂട്ടിക്കലർത്താൻ പാടില്ല. ഒരിക്കലും സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കലർത്തരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു. കുറച്ച് സത്യം, കുറച്ച് പിന്നെ അസത്യം, അല്ലേ? കുറച്ച് സത്യം, കുറച്ച് അസത്യം, കുറച്ചൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സൂറത്തു തക്വീറിലൂടെ അല്ലാഹു ചോദിച്ചു, ഫൈന തദ്ഹബൂൻ, ഫൈന തദ്ഹബൂൻ, സത്യം മനസ്സിലാക്കിയിട്ട് എങ്ങോട്ടാണ് ചങ്ങാതി ഇങ്ങ് പോണത്? അല്ലാഹുവിന്റെ ചോദ്യം. ഫൈന തദ്ഹബൂൻ, സത്യം ഇവിടെയാണ് എന്ന് കൃത്യമായി അല്ലാഹു വളരെ വ്യക്തമാക്കി തന്നിട്ട് ഫൈന തദ്ഹബൂൻ, പിന്നെ നീ ഇത് വിട്ടിട്ട് വേറെ എവിടേക്കാ പോണത്? അപ്പൊ സത്യം മനസ്സിലാക്കിയാൽ അവിടെ നിൽക്കണം, അതിന്റെ ഇടയിൽ ഒരു ന്യൂട്രലായിട്ട് നിൽക്കരുത്. അതാണ് സാബിയങ്ങളുടെ പ്രത്യേകത എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു പഠിപ്പിച്ചു. ഒരു ഉദാഹരണം പറയാം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ പിന്നെ റോട്ടിൽ കൂടെ പോവുകയാണ്, അല്ലെ? നമുക്ക് നമ്മുടെ വീട് എത്തുന്നതിനേക്കാൾ മുമ്പേ, നമ്മുടെ വീട് എത്തുന്നേക്കാൾ മുമ്പ് 2 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, 2 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, അല്ലെ? പിന്നെ ഏത് റോട്ടിൽ കൂടെ പോയാലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്താം. ഇതിലെ പോയാലും വേണ്ടില്ല, അതിലെ പോയാലും വേണ്ടില്ല. ഒരു റോഡ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് റോഡ്, നല്ല റോഡ്, ക്ലിയർ ആയ റോഡാ. ഇപ്പുറത്തെ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുണ്ടും കുഴിയൊക്കെ, കുറച്ച് കല്ലും ഒക്കെ കൂടിക്കലർന്ന് പോകാൻ പറ്റാത്തൊരു റോഡാണ്, അല്ലെ? ഞാൻ അതിലേയും പോവില്ല, ഞാൻ ഇതിലേയും പോവില്ല, ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? ചിന്തിക്കുക നമ്മള്. ഞാൻ അതിലേയും പോവില്ല, ഞാൻ ഇവിടെയും പോവില്ല, ഞാൻ ന്യൂട്രൽ ഇവിടെ നിൽക്കാണ്. അവിടെയും കുറച്ചൊക്കെ ശരിയുണ്ട്, ഇവിടെയൊക്കെ കുറച്ച് ശരിയുണ്ട്, അവിടെയൊക്കെ കുറച്ച് തെറ്റുണ്ട്, ഇവിടെയും കുറച്ച് തെറ്റുണ്ട്, അല്ലെ? ഞാൻ ഇവിടെ നിൽക്കാണ്, ഞാൻ രണ്ടീക്കും ഇല്ല. എന്നിട്ടാ വീട്ടിലേക്ക് എത്തുമോ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുമോ? നമ്മൾ ഇല്ല. അപ്പൊ ന്യൂട്രാലിറ്റി എന്നുള്ളത് ഈ രൂപത്തിൽ അസത്യവും സത്യവും തമ്മിൽ അതിനിടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലുമില്ല. സത്യം മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ആമിനൂ, നിങ്ങൾ ന്യൂട്രാലിറ്റി സ്വീകരിക്കല്ലേ, മധ്യമ നിലപാട് നിങ്ങൾ സ്വീകരിക്കല്ലേ. സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ സത്യത്തിലേക്ക് വരൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ആമിനൂ, നിങ്ങൾ വിശ്വാസികളാകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സാബി മതത്തിന്റെ ആളുകളാകാൻ പാടില്ല. അവിടെയും കുറച്ച് തെറ്റുകളുണ്ട്, ഇവിടെയും കുറച്ച് തെറ്റുകളുണ്ട്, അവിടെയും ശരിയുണ്ട്, ഇവിടെയും ശരിയുണ്ട്, എല്ലാത്തിലും കുറച്ചൊക്കെ ശരിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറയുന്ന നിലപാട് ഒരിക്കലും മുഅ്മിനീങ്ങളെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതൊരു നിലപാടാണ്, അതൊരു മതമാണ്, അതൊരു പിന്നെ ആദർശമാണ് എന്ന് വളരെ കൃത്യമായി ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോ ഈമാനുള്ളവരെ പറഞ്ഞു, യഹൂദികളെ പറഞ്ഞു, സാബിഈങ്ങളെ പറഞ്ഞു. അടുത്ത വിഭാഗമാണ് നസറാക്കളായ ആളുകൾ. ആരാണവർ? അത്ബാഉ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം.
ثم غلوا فيه فقالوا بالتثليث والألوهية. ദലീലും ഖുർആൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലഖദ് കഫറ الذين قالوا إن الله هو المسيح ابن مريم. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സ്വീകരിച്ചവരാണ് അവർ, ഇഞ്ചീൽ ഓതിയവരാണ് നസറാക്കളായ ആളുകൾ. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സ്നേഹിച്ച് 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 അവസാനം എവിടേക്ക് എത്തിയെന്നറിയുമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്നവർ വാദിച്ചു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ആരാധിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് നസറാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈസാ നബിയിൽ വിശ്വസിച്ച് ഇഞ്ചീൽ ഓതി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്നേഹിച്ച് 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 പാടി പുകഴ്ത്തി 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 എന്ത് ചെയ്തു? അവസാനം പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ആരാധിക്കാൻ തുടങ്ങി. അല്ലെ, ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചവർ തേടാൻ തുടങ്ങി. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരിക്കലും യഹൂദ നസറാക്കൾ പാടിപ്പുകഴ്ത്തിയതുപോലെ, അവരുടെ നബിമാരെ പാടിപ്പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്തല്ലേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ പുകഴ്ത്തി പുകഴ്ത്തി അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ഈ യഹൂദ നസറാക്കൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ മറ്റുള്ളവരെ സ്നേഹിച്ചോ? അതൊരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഒരു നബിയെയും സ്നേഹിക്കാൻ പാടില്ല, ഒരു റസൂലിനെയും സ്നേഹിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖായ സ്വർഗ്ഗത്തിന്റെ ഒന്നാമത്തെ ആദ്യമായി കാലുവെക്കുന്ന റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എങ്കിൽ പോലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ബഹുദൈവ വിശ്വാസികളെ കുറിച്ച്, മുശ്രിക്കീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരുടെ അമ്പിയാക്കന്മാരെ സ്നേഹിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ അവരെന്ത് ചെയ്തു? ഈ അമ്പിയാക്കന്മാരെയും വിളിച്ച് തേടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ പ്രവാചകൻ മുസ്ലിം ഉമ്മത്തിന് ശക്തമായ ഉപദേശം നൽകി. നിങ്ങൾ മദ്ഹ് ചെയ്തോ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, പക്ഷേ നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്തിട്ട് യഹൂദികളും നസറാക്കളും പിഴച്ചു പോയ രൂപത്തിലുള്ള മദ്ഹുകൾ പാടരുത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ പറയുമ്പോ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ ഒരു അവസ്ഥയിലേക്കല്ലേ മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടിട്ടുള്ളത്. മാലകളാണ്, മൗലൂദുകളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യാ സയ്യിദസ് സഅദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സുദി ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ ഫദുൽമി വല്ലഅഫി ശദീദുൻ ഫഅസ്ഇദ്നി. മാലകളിലൂടെ മൗലൂദുകളിലൂടെ ആളുകൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, തീർച്ചയായിട്ടും അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹിയാണ് വിളിക്കുന്നത്. യാ സയ്യിദുസ് സാദാത്ത്, നേതാക്കളിൽ നേതാവേ, നേതാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവേ, ഞാനിതാ ചില ലക്ഷ്യങ്ങളായിട്ട് അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എന്റെ ലക്ഷ്യം അങ്ങയുടെ സംരക്ഷണം കിട്ടലാണ്. ഹല്ലബി, എന്നെ ബാധിച്ചിരിക്കുന്നു, വല്ലദാ, ഉപദ്രവങ്ങൾ, വല്ലുൽമ, അക്രമങ്ങൾ, വല്ലഅഫു ശദീദുൻ, അതുപോലെ തന്നെ ബലഹീനത എന്നെ ബാധിച്ചിരിക്കുന്നു. ഈ രൂപത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒരുപാട് പ്രതിസന്ധി പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയല്ലാതെ എനിക്ക് അവലംബമില്ല, അങ്ങയല്ലാതെ എനിക്ക് സഹായിയായിട്ട് വേറൊരാളുമില്ല, അങ്ങയാണ് എന്റെ സംരക്ഷണം. ഇന്നും ഇത് ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ഇന്നും ഈ രൂപത്തിലുള്ള മൗലൂദുകൾ, മാലകൾ ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്ന ഉപ്പമാരില്ലേ? ഉമ്മമാരെ, ഉപ്പമാരെ, ഇത് ചൊല്ലിയിട്ട് നമ്മൾ മരിച്ചാൽ നാളെയുടെ പരലോകത്ത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ?
കാരണം എത്ര അപകടം പിടിച്ച വരികളാണ് ഈ നമ്മൾ കേട്ടത്. എത്ര അപകടം പിടിച്ച വരികളാണ് നമ്മൾ ഇത് കേട്ടിട്ടുള്ളത്. ആരോടാ നമ്മുടെ പ്രയാസങ്ങൾ പറയേണ്ടത്? നാം വിളിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമോ? നമ്മുടെ ആവശ്യങ്ങൾ പ്രവാചകൻ നിറവേറ്റി തരുമോ? നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമോ? ഇല്ലല്ലോ. അതെല്ലാം മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ എല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളും എന്ത് മുസീബത്ത് ആപത്ത് ജീവിതത്തിൽ ബാധിച്ചാലും അതെല്ലാം നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹ്, ഇന്ന പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിലുണ്ട് അള്ളാഹ്, ഇന്ന അപകടങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അള്ളാഹ്, നീ എനിക്ക് കാവലാകണേ അള്ളാഹ്, നീ എനിക്ക് സംരക്ഷണമാകണേ അള്ളാഹ്. ഏത് മരുഭൂമിയിൽ നീ എത്തിപ്പെട്ടാലും, ഏത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വിജനമായ പ്രദേശങ്ങളിൽ നീ എത്തിപ്പെട്ടാലും അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറഞ്ഞാൽ വീട്ടിലേക്ക് നീ തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് നമ്മൾ ഈ മാലമൗലൂദുകളെല്ലാം വലിച്ചെറിഞ്ഞോ, പിച്ചച്ചീന്തി വെച്ച് ഒട്ടയിലേക്ക് വലിച്ചെറിഞ്ഞോ. ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല, ഇതൊരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു മുഅ്മിനിന് പാരായണം ചെയ്യാൻ പറ്റിയതല്ല, ഒരു മുഅ്മിനിന് ചൊല്ലാൻ പറ്റിയതല്ല. ഇത് യഹൂദ നസറാക്കളിൽ പറ്റിയ പിഴവാണ്. അവർ പാടി പുകഴ്ത്തി അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു, യഹൂദികളും നസറാക്കളും തന്റെ പ്രവാചകന്മാരെ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊരു മതേതര രാജ്യമാണ് അല്ലെ. പല വ്യത്യസ്ത മതക്കാരുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ പെരുന്നാളുള്ളത് പോലെ ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്. അവർക്ക് ക്രിസ്മസ് ആണ്, ഡിസംബർ ആയി അല്ലെ. ഡിസംബറിന്റെ പിന്നെ അവസാന നിമിഷങ്ങളിലേക്ക് അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്ക് പങ്കുചേരാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അവരുടെ വാദം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകനാണ്, ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ സന്തതിയാണ്. നമ്മുടെ നിലപാടെന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയേ, ജനങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കണേ, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. സകല ജീവജാലങ്ങളും അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അല്ലാഹു പ്രസവിച്ചുണ്ടായവനല്ല, അല്ലാഹു പ്രസവിക്കുന്നവനല്ല, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ അവ്വലു വൽ ആഖിർ. അല്ലാഹു ആദ്യമേ ഉള്ളവനാണ്. അല്ലാഹുവിന് ആദ്യം ഒരു തുടക്കമെന്നില്ല, അല്ലാഹുവിന് ഒരു ഒടുക്കമെന്നൊന്നുമില്ല, അല്ലാഹുവിന് സന്തതികളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യനായിട്ട് ലോകത്തൊരാളുമില്ല. അല്ലാഹുവിന് സന്തതിയുണ്ട് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വാസമുണ്ടല്ലോ, ആ നിലപാടുണ്ടല്ലോ, ആകാശ ഭൂമികളെ മുഴുവൻ തകർത്ത് കളയുമാറുള്ളൊരു വാക്കാണ് അവൻ പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലേ, അത് അപകടം പിടിച്ച വാക്കാണ്. അല്ലാഹുവിന് മകനുണ്ടെന്ന് വാദിക്കുക. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ആഘോഷം യാതൊരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ശുർക്കും കുഫ്റും, നമ്മൾ ആ വാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ, നമ്മൾ ആ വാദത്തെ അംഗീകരിക്കല. അവരുമായിട്ട് നമ്മൾ കൂടിച്ചേരുമ്പോ ഇന്ത്യ രാജ്യമാണ്, അവർ ആഘോഷിച്ചോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ. എത്ര ആൾക്കാരെ ഇസ്ലാമിന്ന് പുറത്തുപോയിട്ട് ഇസ്ലാമിനെ തെറി വിളിക്കുന്നത്? ഇസ്ലാമിനല്ലാതെ വേറൊരാളും തെറി വിളിക്കണില്ലല്ലോ, വേറൊരു മതത്തെയും. ഇവിടെ ഏതെങ്കിലും ഒരാള് പിന്നെ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഹിന്ദുക്കളെ ചീത്ത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ക്രിസ്ത്യാനികളെ ചീത്ത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും ഇസ്ലാമിന്റെ നേരെ കുതിര കയറാനേ സമയമുള്ളൂ. ഫേസ്ബുക്ക് തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ അതേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഹക്കിലാണ്. പല രൂപത്തിലുള്ള പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അവിടെ നമ്മുടെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ, ശിർക്കില്ലാതെ കുഫറില്ലാതെ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തി, വൽ മജൂസ് ഉബാദുൻ നാർ അൽ ഖായിലൂന ബിൽ അസ്ലൈൻ ലിൽ കൗൻ അൻ നൂർ വൽ ദുൽമ.
അവർ പിന്നെ മജൂസികൾ തീൻ ആരാധിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുദൈവ വിശ്വാസികളാണ്, കാഫിറുകളാണ്. കാരണം എന്താ? അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായാൽ ആ അനുഗ്രഹം ഉണ്ടായത് നൂറിൽ നിന്നാണ്, വെളിച്ചത്തിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിൽ നിന്നുണ്ടായതാണ് എന്ന് വിശ്വസിക്കേണ്ടതിന് പകരം എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രകാശത്തിൽ നിന്നാണ് ആ അനുഗ്രഹം ഉണ്ടായത്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ദുൽമിൽ നിന്നാണ് ആ പ്രയാസം ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന, ദീൻ ആരാധിക്കുന്ന, പ്രകാശത്തെ ആരാധിക്കുന്ന മജൂസികളാണ് അടുത്ത വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അവസാനം പറഞ്ഞു വല്ലദീന അശറകൂ, പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾ. ഇത് പച്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളെ കുറിച്ചാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് ഈമാനുള്ളവരെ പറഞ്ഞു, രണ്ട് നസറാക്കളെ, രണ്ട് യഹൂദിയെ കുറിച്ച് പറഞ്ഞു, മൂന്ന് സാബിഈങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ നാലാമത് നസറാക്കളെ പരിചയപ്പെടുത്തി, അഞ്ചാമത് മജൂസിയെ പരിചയപ്പെടുത്തി. ഈ മതങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആറാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു പിന്നെ മുശ്രിക്കീങ്ങൾ, അല്ലേ, വല്ലദീന അശറകൂ, ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി വംശത്തിലൂടെ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ മധ്യത്തിൽ പിന്നെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് അവരുടെ നിലപാട്, എന്താണ് അവരുടെ ആദർശം? അല്ലാഹു ഉണ്ടോ? ഉണ്ട്. അല്ലാഹു ഉണ്ടോ? ഉണ്ട്. ആ വിശ്വാസത്തിൽ തകരാറില്ല. റുബൂബിയത്ത് പെർഫെക്റ്റ്, റുബൂബിയത്ത് യാതൊരു തകരാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ വാപ്പ മരിച്ചു, കണ്ടിട്ടില്ല, അല്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ളപ്പോഴാ ആരും മരിച്ചത്? വാപ്പ മരിച്ചത്. എന്താ പേര് നമ്മൾ പറഞ്ഞു? എന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള, അള്ളാന്റെ അടിമ. മനസ്സിലായോ? അള്ളാഹുലുള്ള വിശ്വാസം തെളിയിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി ജനിക്കനാട്ടി മുമ്പ് വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. ജബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട് പേടിച്ച് വിറച്ചു വരികയാണ്. സമ്മിലൂനി, പുതപ്പിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? പേടിക്കണ്ട, അല്ലാഹു താങ്കളെ കൈവടികയില്ല. ദീന് പറഞ്ഞോ, ഇസ്ലാം പറഞ്ഞോ, ഈമാൻ പറഞ്ഞോ, അല്ലാഹുവിൽ വിശ്വാസം പറഞ്ഞോ, ആകെ പറഞ്ഞെന്താ? സമ്മിലൂനി, എന്നെ പുതപ്പിക്കണം, താങ്കൾ അല്ലാഹു കൈവടികയില്ല. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. ആരാണ് മഴയിറക്കുന്നത്? ആരാണ് പുൽക്കൊടികളെ മുളപ്പിക്കുന്നത്? ആകാശത്തെ സൃഷ്ടിച്ചതാരാ? ഭൂമിയെ സൃഷ്ടിച്ചതാരാ? എല്ലാത്തിനും മറുപടി, എല്ലാത്തിനും അവർ നൽകിയ മറുപടി എല്ലാം അല്ലാഹു തന്നെയാണ്, എല്ലാം അല്ലാഹു തന്നെയാണ്. എല്ലാത്തിന്റെയും ഖാലിഖ്, എല്ലാത്തിന്റെയും മാലിക്, എല്ലാത്തിന്റെയും മുദബ്ബിർ, എല്ലാത്തിന്റെയും റാസിഖ്, എല്ലാം അല്ലാഹു ആണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പിന്നെ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ പഴച്ചുപോയി. കാരണം എന്താ? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം അല്ലാഹു ആണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുന്നതോ പിന്നെ ഷെയ്ഖ് മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെപ്പോലെ കോഴിക്കോട് ജീവിച്ച് മരിച്ചുപോയ വാർദ്ധക്യ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മറ്റുള്ള ആളുകളുടെ സഹായം കൊണ്ട് മരിച്ചുപോയ ഒരാളാണ് പിന്നെ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു അധംപതനം പോലും ആർക്കുണ്ടായിരുന്നില്ല, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവരെ വെള്ളപൂശി എടുക്കല്ല. അവർക്ക് പറ്റിയ തെറ്റെന്താ? അല്ലാഹുവിൽ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ആ വിഷയത്തിൽ അവർക്ക് പിഴവ് തെറ്റി. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുമ്പോ അവർ പറയാണ് അജഅല ആലിഹത്തൻ ഇലാഹൻ വാഹിദ, അജഅല ആലിഹത്തൻ ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, ഞങ്ങൾക്ക് ഒരുപാട് ഇലാഹുകളുണ്ട്, അഥവാ ആബിൽ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരുപാട് ഇലാഹുകളുണ്ട്. അള്ളണ്ട്, അള്ളാഹുവിന് പുറമെ ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, മറിയം ബീവിയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇലാഹുകളുണ്ട്. ഈ ഇലാഹുകളെ എല്ലാം മാറ്റിവെച്ചിട്ട് ഒന്ന് മതി എന്നാണോ നീ പറയുന്നത്? ഒന്ന് മതി എന്നാണോ നീ പറയുന്നത്? അതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. പറ്റൂല മുഹമ്മദേ, ഇത് ഞങ്ങൾക്ക് വേണം.
അവർ പറയുന്ന വാദം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഞങ്ങൾ പാപികളാണ്, പാപികളായ ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് ഒരിക്കലും അടുക്കാൻ കഴിയില്ല. അവരുടെ വിശ്വാസം നമ്മൾ പഠിക്കണം. അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾ പാപികളാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. മാ നഅബുദുഹും, ലാത്തയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഉസ്സയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, എങ്ങനെയായിട്ടല്ലാതെ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾക്ക് പാപികളാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് നേരിട്ടെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ സാലിഹീങ്ങളെ ഞങ്ങൾ വെച്ചു കൊടുക്കുന്നു. ഇതല്ലേ നമ്മുടെ നാട്ടിലും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബദരീങ്ങളെ വിളിക്കുന്നു, മൊയ്തീൻ വിളിക്കുന്നു, തങ്ങന്മാരെ വിളിക്കുന്നു, ബാബമാരെ വിളിക്കുന്നു, മുഹമ്മദ് റസൂലിനെ വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക്. ഇത് മക്കയിലെ മുശ്രിക്കിന്റെ നിലപാടാണ്. അപ്പൊ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് 6 മതങ്ങളെ, പ്രധാനപ്പെട്ട മതങ്ങളെ, ഈ മതങ്ങളെല്ലാം മറ്റു മതങ്ങളും ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട മതങ്ങൾ. ഇനി ഈ മതങ്ങൾക്കുള്ളിൽ തന്നെ മറ്റു ഒട്ടനേകം മതങ്ങൾ, ഓരോന്നിന്റെ ഉള്ളിലും പരിശോധിച്ചാൽ ഒരുപാട് ആശയങ്ങൾ, ആദർശങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കോടാനുകോടി മതങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, ആദർശങ്ങളുണ്ട്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എല്ലാ ആദർശങ്ങളും എല്ലാ നിലപാടുകളും ഓരോരുത്തരും സ്വീകരിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു എല്ലാം അറിയുകയാണ്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ്. തീർച്ചയായും നാളെ യൗമുൽ ഖിയാമയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അവർക്ക് കൃത്യമായ പ്രതിഫലം, നന്മയുള്ളവർക്ക് സ്വർഗവും തിന്മയുള്ളവർക്ക് നരകവും അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെയുടെ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ച്, അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിലും നമ്മൾ വിശ്വസിച്ച് കാഫിറാകാതെ, ഒന്നാമത് പറഞ്ഞ ഈമാൻ ഉണ്ടല്ലോ, മുഅ്മിനീങ്ങളുണ്ടല്ലോ, അതിന് താഴോട്ടുള്ളത് മുഴുവൻ കുഫ്റാണ്. യഹൂദി കുഫ്റാണ്, സാബി കുഫ്റാണ്, നസറാനി കുഫ്റാണ്, അതുപോലെ തന്നെ മജൂസി കുഫ്റാണ്, മുശ്രിക് കുഫ്റാണ്, എല്ലാം കുഫ്റാണ്, എല്ലാം കാഫിറാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമില്ലാത്തൊരു മതവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, നാളെ വിധി കൽപ്പിക്കുന്ന നാളിൽ കൃത്യമായി അല്ലാഹു വിധി കൽപ്പിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്ത് ഹജ്ജിലെ 17ാമത്തെ ആയത്ത് എല്ലാ മതങ്ങളെയും പ്രധാനപ്പെട്ടത് മുഴുവൻ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ട് പറയാ, എല്ലാത്തിന്റെയും നിലപാടുകൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത വിധികൾ അല്ലാഹു നാളെ യൗമുൽ ഖിയാമയിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ശരിയായ പാതയിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം. ഹദാ സിറാത്തുൽ മുസ്തഖീമ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ശരിയായ മാർഗം ഒന്നേ ഉള്ളൂ. എല്ലാം നരകത്തിലേക്ക് പോകുമ്പോ ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിൽ വിശ്വസിക്കുന്ന, സ്വർഗത്തിൽ വിശ്വസിക്കുന്ന, നരകത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ, സത്യം മനസ്സിലായാൽ, ഹക്ക് മനസ്സിലായാൽ ബാത്തിലിലേക്ക് പോകാൻ പാടില്ല. ഞാൻ രണ്ടിലേക്കുമില്ല, ഞാൻ ന്യൂട്രലാണ് എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല, അതും കുഫറാണ്, അതും ദലാലത്താണ്, അതും കാഫിറായി പോകും. കാരണം സത്യത്തിനും അസത്യത്തിനും ഇടക്ക് പുതിയൊരു നിലപാടില്ല, അത് സാബീകളാണ്. അതുകൊണ്ട് സത്യത്തിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ, അല്ലാഹു നമ്മളെ എല്ലാം ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കുഫറുകൾ, ശിർക്കുകൾ, ബിദ്അത്തുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങളുടെ അറിവില്ലായ്മകളെല്ലാം ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നിന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്,
പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ പലരും രോഗത്തിലാണ്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് കൊടുക്കണേ അല്ലാ, ശിഫ നൽകണേ റഹ്മാനെ. നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നീ കൺകുളിർമ നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് വേദനിക്കുന്ന സാഹചര്യം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല അല്ലാ. ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ തടയപ്പെടുന്ന എല്ലാവിധ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചതുപോലെ നാളെ ഉമ്മയോടൊപ്പം, ബാപ്പയോടൊപ്പം, മക്കളോടൊപ്പം, ഇണയോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ വന്ന പിഴവുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ വാക്കുകളിലെ പിഴവുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من دعائنا وصلاتنا وصيامنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.